നമ്മളറിയാത്ത ഒരാൾ നമ്മളോട് അമിതമായ അടുപ്പം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നോ പറയാൻ പറ്റില്ല. അതിന് ഒരു വ്യക്തമായ ലക്ഷ്യവും ഉദ്ദേശവും അയാൾക്കുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് എൻ്റെ മക്കൾക്ക് കഴിയണം. തീർച്ചയായിട്ടും നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയണം, അല്ലെങ്കിൽ നമ്മളതിൽ പെട്ടുപോകും. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാണ്ട് കൂടെ കയറി വരുന്ന കൂട്ടുകാർ ആരൊക്കെയാണെന്ന് മാതാപിതാക്കൾക്ക് പോലും പലപ്പോഴും അറിയുന്നില്ല. ഇതൊരാൾ സംഭവം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലാണ് പോകുന്നത്. പിന്നെ ആര് വിചാരിച്ചാലും നമുക്ക് പിന്നെ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമ്മുടെ വൈകാരിക ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള സ്റ്റെബിലിറ്റിയിൽ മാതാപിതാക്കൾ ഇടപെടുന്നതിനോടുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്? ഒരു ഹൗസിനെ ഹോമാക്കുന്നത് വീട്ടുകാരുടെ ഊഷ്മളമായ ബന്ധങ്ങളായിരിക്കും. സാറ് പറഞ്ഞു നമ്മളൊരു ഫാമിലി ബോണ്ടിങ് ടൈം. ഞാനൊരു സയൻസ് ബാച്ച് വിദ്യാർത്ഥിയാണ്. കെമിസ്ട്രിയിൽ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജി സ്റ്റേബിൾ ആവുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് എല്ലാം ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു സ്റ്റേബിൾ, ഒരു മനസ്സിനൊരു സ്റ്റെബിലിറ്റിയാണ് നൽകുന്ന ഒരവസ്ഥ. അപ്പം ഫാമിലിയിൽ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ന് പലയിടത്തും ഫാമിലിയിൽ ആ സ്റ്റെബിലിറ്റി കിട്ടാത്ത സാഹചര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മക്കളും മാതാപിതാക്കളും നമ്മളുടെ സംഭാഷണം നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, അത് വീണ്ടും തുടരാൻ ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ഉൾപ്രേരണ ഉണ്ടാകാൻ മേലാഴികയില്ല. എനിക്കിവിടെ സാറേ ഒക്കെ എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു സാർ മുമ്പേ പറഞ്ഞില്ലേ ഒരു നോ പറയാനായിട്ടുള്ള ഒരു പവർ നമുക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പേര് ജെനി. ശരിക്കും നോ പറയണം. ഇപ്പം നമുക്കത് മോശമാണെന്ന് തോന്നിയാൽ അതിനോട് നോ പറയാൻ നമുക്ക് പറ്റണം. ഇപ്പം നമ്മൾ അങ്ങനെ ആ ട്രാക്കിലേക്ക് പോകുന്ന ആളല്ലായിരിക്കാം, പക്ഷെ അങ്ങനെ വരുന്നവരുണ്ട്. അപ്പം അവരോട് നോ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സേഫ് ആവും. അങ്ങനെ പിന്നെ അങ്ങനെ അല്ലാതെ ഇതിൽ പെടുന്നവരും കുറേ പേരുണ്ട്, നോ പറയാൻ പറ്റാതെ അല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരികളെ നോ പറയാനായിട്ടുള്ളൊരു കരുത്ത് പകരുന്ന നല്ലൊരു സൗഹൃദമാക്കാൻ നമുക്ക് ഒരു വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നില്ലേ അല്ലേ? ഇങ്ങനെ നല്ല കുട്ടികളായിട്ട് നമ്മൾ വളരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് അല്ലേ. നമുക്ക് അങ്ങനെയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒത്തിരിയേറെ കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് നമുക്ക് നല്ലൊരു സന്ദേശം, ഒരുപക്ഷെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾക്ക് ഇത് വലിയൊരു പ്രേരണ ഉണ്ടാവും. മോൾക്ക് എന്താ തോന്നണം? എന്താ നമ്മുടെ പേര്? അതാണ് യുണൈറ്റഡ് നേഷൻ റിപ്പോർട്ടിൽ ലാക്ക് ഓഫ് മോറൽ സ്റ്റാൻഡേർഡ്സ് അത് കുട്ടികളിൽ കുറഞ്ഞു വരുന്നു. ജെനി പറഞ്ഞതാണ് കറക്റ്റ്. ജെനിയുടെ വാക്കുകൾ സ്ട്രോങ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ബിഗ് നോ. കാരണം അതിൽ വലിയ ട്രബിളിലേക്ക് പോയി, ആ കുട്ടിയുടെ ഫ്യൂച്ചർ പോയി. ആ കുട്ടിക്ക് പഠിച്ച് വലുതാകണം, മാരേജ്, കുട്ടിക്ക് അതിനെപ്പറ്റി നല്ല ജോലി, നല്ല ലൈഫ്, ഹെൽത്തി ലൈഫ്, ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ലൈഫ് കിട്ടുക എന്ന് വെച്ചാൽ ലക്കിസ്റ്റ് തിങ്. അതും പട്ടിണിയും പരിവട്ടവും ഇല്ലാത്തൊരു വീട്ടിൽ നല്ലൊരു ആരോഗ്യത്തോട് ജനിക്കാൻ കിട്ടിയ ബിഗ്ഗസ്റ്റ് ലക്ക് അല്ലാ. അപ്പം ജെനി പറഞ്ഞ വലിയൊരു സംഭവം. ആ ഒരു നോ പറയാൻ ഫെയിൽ ആവുന്ന അടുത്ത് തുടങ്ങി നമ്മുടെ ഡിറ്റോറിയൻ കണ്ടീഷൻ തുടങ്ങിയിരിക്കും. എന്ത് പറയണം മോൾക്ക്? എന്ത് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു? എൻ്റെ പേര് ആരതി. തീർച്ചയായിട്ടും നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയണം, അല്ലെങ്കിൽ നമ്മളതിൽ പെട്ടുപോകും. അങ്ങനെ ഒരു അവസരം ആർക്കെങ്കിലും അടുത്ത് പരിചയത്തിൽ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു നോ പറയേണ്ട സാഹചര്യം ഒന്നും തോന്നിയിട്ടില്ല. ഇവിടെ നമ്മളുടെ ചർച്ച പോസിറ്റീവായൊരു ട്രാക്കിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. മാതാപിതാക്കൾ അറിയാത്ത കൂട്ട്, ഓക്കെ, അത് നമ്മളുടെ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. മാതാപിതാക്കളുമായിട്ട് എൻ്റെ മക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നീ പറഞ്ഞ ഒരു സ്റ്റെബിലിറ്റി, അത് നിൻ്റെ ഫീസ് കിട്ടുന്ന കാര്യത്തിൽ സ്റ്റെബിലിറ്റി, ഓക്കെ, അത് നിനക്ക് ആവശ്യമാണ്. ഓക്കെ, നിൻ്റെ ഡ്രസ്സ്, അല്ല, ഞാൻ ജിയോ പറഞ്ഞത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റാണ്. സാധാരണ കുട്ടികൾ ഇത്രയും ഗൗരവമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയാറില്ല. ഞാൻ ആഗ്രഹിച്ച രീതിയിലാണ് നീ പറഞ്ഞത്, ഭംഗിയായിട്ട് കമൻറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ആ പോയിന്റിനെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിൻ്റെ കാര്യത്തിലൊക്കെ സ്റ്റെബിലിറ്റിയാണ് നീ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കൊതിക്കുന്നത്? നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ തലമുറ, ഓക്കെ, ഡ്രസ്സ്, നല്ല നീ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് നിനക്ക് കിട്ടണം, ആ കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം, ആ കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ, ഷെൽട്ടറിൻ്റെ കാര്യത്തിൽ, ക്ലോത്തിൻ്റെ കാര്യത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, വാട്ട് അബൌട്ട് നമ്മുടെ വൈകാരിക ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള സ്റ്റെബിലിറ്റിയിൽ മാതാപിതാക്കൾ ഇടപെടുന്നതിനോടുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്? മാതാപിതാക്കൾ അറിയുന്ന സൗഹൃദങ്ങൾ ആണോ ഇന്ന് കൂടുതൽ, അതോ മാതാപിതാക്കളെ അറിയിക്കാത്ത സൗഹൃദങ്ങളാണോ കൂടുതൽ? എൻ്റെ പേര് ലിജിൻ. ഇപ്പോൾ മാതാപിതാക്കൾ അറിയാത്ത സൗഹൃദങ്ങളാണ് കൂടുതലും എല്ലാവർക്കും ഉള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ സ്കൂളിൽ നടന്ന എന്ത് കാര്യമാണെങ്കിലും അപ്പം തന്നെ വീട്ടിൽ സ്കൂൾ കഴിഞ്ഞ് വന്നവർ അമ്മേനോട് പറയും, ഇന്ന് സ്കൂളിൽ ഇങ്ങനെ കാര്യം നടന്നു,
പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ അമ്മ ചോദിക്കും ഇന്നെന്തൊക്കെ സ്കൂളിൽ നടന്നു. പക്ഷെ അത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നു. അവിടെ കൂട്ടുകാരോട് നമ്മളത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളോട് നമ്മളിതൊക്കെ കൂടുതലും തുറന്നു പറയാൻ നിൽക്കാറ്. മടി കാണിക്കുകയാണ് അല്ലേ? മാതാപിതാക്കൾ അറിയാത്ത സൗഹൃദങ്ങൾ അപകടമുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരുപക്ഷെ ചാവറ പിതാവ് ആദ്യം തന്നെ പറഞ്ഞത്. നിൻ്റെ വീട്ടിൽ ആരെ കയറ്റണം, ആരെ കയറ്റരുത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളുടെ അറിവോടുകൂടി അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ കടന്നു വരുന്നൊരു സാഹചര്യം അപകടമുണ്ട്. കാരണം നമുക്കത് തിരിച്ചറിയാനുള്ളൊരു പക്വത. അതാണ് സാർ പറഞ്ഞത്. ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്ന് മലയാളത്തിലൊരു വാക്കുണ്ട് ഇല്ലേ? മലയാളം പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളെ പഠിപ്പിക്കും. ഇംഗ്ലീഷിലെ ഡിസേൺമെൻ്റ് എന്നാണ് പറയുക. ടു ഡിസേൺ തിങ്സ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റ് എന്നും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി അത് നമ്മുടെ മക്കൾക്ക് ഈ ഒരു സ്കൂളിങ്ങിൻ്റെ സമയത്ത് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം ഒരു ക്രൈസ്തവമായ പശ്ചാത്തലത്തിൽ നമ്മൾ നടത്തുന്ന വിദ്യാഭ്യാസത്തിന്, നമ്മുടെ വേദപരിശീലനത്തിനൊക്കെ ഉണ്ട്. അതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ, ടു അണ്ടർഗോ ദി ഫോർമേഷൻ എന്ന് നമ്മൾ പറയും അല്ലേ? ഒരു ക്രൈസ്തവമായ ഫോർമേഷൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അത്തരത്തിൽ ഉള്ള നല്ലൊരു ഫോർമേഷൻ നോ പറയാൻ പറ്റുക, ശരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുക, അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക, തെറ്റാണെന്ന് തോന്നുമ്പോൾ തെറ്റാണെന്ന് ഉറക്കെ പറയാൻ പറ്റുക, അത് ഉറപ്പിച്ച് തന്നെ അതിന് നിൽക്കാൻ പറ്റുക. അങ്ങനെയുള്ളൊരു ബലമുള്ള ഒരു മൊറൽ, ഒരു ധാർമ്മികമായൊരു മനസ്സ് ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നു സാറ് പറയുക. അങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് നല്ല ഒരു പരിശീലന ശൈലി ഉണ്ട് എന്ന് നമ്മളെപ്പോലുള്ള ആളുകളുടെ ജീവിതം കണ്ട് ഇന്ന് ആളുകൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. ഇതുവരെ നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു ചിന്ത നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പം കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് മനസ്സിലേക്ക് പരിചയപ്പെടാനിടയായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു മരംവെട്ടുകാരൻ്റെ കഥയാണ്. ദാരുണമായൊരു സംഭവമാണ്. കോട്ടയം ജില്ലയിൽ നടന്നതാണ്. ഈ വലിയ മരങ്ങൾ വെട്ടുന്നവർ അവർ ഈ ഉയർന്ന വളരെ പൊക്കമുള്ള ശിഖരങ്ങളൊക്കെ മുറിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതും ഒരു മലമ്പ്രദേശമാണല്ലോ, ഈ മരത്തിൻ്റെ തടിയോട് ഈ വെട്ടുന്നയാളെ കെട്ടിവെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം വലിയ ശിഖരങ്ങൾ മുറിച്ചിടുന്ന സമയത്ത് ഈ മരം വല്ലാതെ കിടന്ന് ഒലയും. അപ്പോൾ തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ മരത്തിൻ്റെ ഇതിനോട് കെട്ടിവെക്കും. അപ്പോൾ കോട്ടയം ജില്ലയിൽ ഇതുപോലൊരു മരം വെട്ടുകാരൻ, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു വലിയ ആഞ്ഞലി മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശിഖരങ്ങളെല്ലാം മുറിച്ചു, വലിയ വലിയ പൊക്കമുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ തടി, വലിയ തായ്തടി മുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വലിയ പൊക്കത്തിൽ തന്നെയാണ്, 10-30 അടി ഉയരത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഈ തടിയോട് അദ്ദേഹത്തെ ചേർത്ത് കെട്ടി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലപ്പൊക്കത്തിനപ്പുറം തൊട്ടുള്ള സംഗതി അറുത്ത് മുറിക്കുകയായിരുന്നു. വലിയൊരു ഭാഗം, ഈ മുകളിലുണ്ടായിരുന്ന ഭാഗം മുറിഞ്ഞങ്ങ് വീണപ്പോൾ അതിൻ്റെ ആയത്തിൽ ഈ മരത്തിൻ്റെ വേര് പറഞ്ഞു പോവുകയാണ്. ഇനി ഈ മനുഷ്യൻ ഈ തടിയോടുകൂടി താഴേക്ക് പതിക്കുകയാണ്. മരത്തിനടിയിൽപ്പെട്ട് ദാരുണമായി ചതഞ്ഞു മരിച്ചു. എന്നോട് ഈ വാർത്ത പറയുന്ന വ്യക്തികൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം 3 കുഞ്ഞുമക്കൾ. ഞാനിതിവിടെ ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യുമ്പോഴും ആ മരണപ്പെട്ടു പോയ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കുഞ്ഞുമക്കളാണ്, 1 വയസ്സ്, 3 വയസ്സ്, 5 വയസ്സുള്ള കുഞ്ഞുമക്കൾ. വളരെ ദുഃഖത്തോടെ എന്നോടിത് പറഞ്ഞ സുഹൃത്തുക്കളിത് പങ്കുവച്ചു. എൻ്റെ ഒരു ചിന്ത ഇതായിരുന്നു. ഞാൻ പിറ്റേ ആഴ്ചത്തെ എൻ്റെ ദീപിക ബാലസികത്തിൻ്റെ കൊച്ചേട്ടൻ്റെ കത്ത് എന്നുള്ള എൻ്റെ പേജിൽ ഞാൻ ഈ കഥ എഴുതി കുഞ്ഞുമക്കളോട് ഈ ഒരു ചിന്ത പങ്കുവച്ചു. ആശ്രയിച്ച് നിന്നിരുന്ന ഒരു തടി അല്ലേ, അതിന് അടിയുറപ്പുണ്ട് എന്ന് വിചാരിച്ചാണ് അതിൻ്റെ മുകളിൽ കെട്ടിയത്. ഓക്കെ, പക്ഷേ ഞാൻ ആശ്രയിച്ച് നിന്ന ഈ തായ്തടിക്ക് അടിവേരില്ലായിരുന്നു, ഇത് പറയുകയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നൊരു സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റല്ലല്ലോ, അദ്ദേഹം ജീവനോപാധിയായിട്ട് ചെയ്യുന്ന സ്ഥിരം ജോലിയാണെന്ന് മനസ്സിലാക്കണം. എല്ലാ മരങ്ങളെ അറിയുന്ന മനുഷ്യനാണ്.
എന്നിട്ടും ഈ തടിയുടെ വേര് പറയുന്ന ഒരു സമയത്ത് അദ്ദേഹം അതിൻ്റെ ആ മുകളിൽ നിന്ന് താഴേക്ക് തടിയോടൊപ്പം പതിക്കുകയാണ്. പറിഞ്ഞ് മാറാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. കാറുന്നുണ്ട്, താഴെ നിൽക്കുന്നവരും പറയുന്നുണ്ട്, എടാ പറിച്ചു കളടാ കയറ്. ആ സമയത്ത് കത്തി കൊണ്ടൊരു കയറിനോടൊരു വെട്ട് കൊടുത്താൽ പോലും ചിലപ്പം രക്ഷപ്പെട്ടെന്നേക്കാം, കയർ പൊട്ടി രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി ആ ഒരു കാഴ്ച. ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ദാരുണമായ ഒരന്ത്യം സംഭവിക്കുന്നതിന് സെക്കൻഡുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. പറഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ ഈ തടിയോട് അയാളെ വലിച്ച് കെട്ടിവെച്ചിരുന്നു. ഞാൻ ആരോടാണ് എന്നെ കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് ബാലലോകം ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിതാശ്രയത്വത്തിൻ്റെ അഴിയാക്കുരുക്കുകൾ എന്ന ഒരു ശീർഷകത്തിൽ ഞാൻ ദീപിക പത്രത്തിൽ ഈ ഒരു ചിന്ത പങ്കുവെച്ചത്. നൂറുകണക്കിന് സ്കൂളുകളിൽ അസംബ്ലിക്ക് ഇത് വായിച്ചിട്ട് എനിക്ക് റെസ്പോൺസ് തന്നു. അത് അവരുടെ മോറൽ സയൻസ് ക്ലാസ്സിലേക്ക് ടീച്ചർമാർ ഈ സ്റ്റോറി കൊണ്ടുപോയി. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിൻ്റെ സുഹൃത്താരാണ്, നിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് നീ പറയുക, നീ ആരാണെന്ന് ഞാൻ പറയാം എന്ന് ചാവറയച്ചൻ നമ്മളോട് പറയുമ്പം, സൈബർ അഡിക്റ്റ് എന്ന പദം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ, സൈബർ ഗ്രൂമിംഗ് എന്ന പദം നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ, ഓരോരുത്തരും സ്വകാര്യമായ സമയം ഉണ്ടാക്കി ആ കൂടുകളിൽ തനിച്ച് ജീവിതം ആരംഭിക്കുന്ന പ്രായമാണ് ടീനേജ് എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിലെ ജീവിതാനുഭവത്തിന് പുതിയ വ്യാഖ്യാനം നൽകിയപ്പോൾ, ഇത്തരത്തിൽ ആരോടാണ് ഞാൻ എന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത്? അയാൾക്ക് അടിവേരുള്ളതാണോ? ഈ സൗഹൃദത്തിന് അടിയുറപ്പുണ്ടോ? ഉറപ്പ് എന്ന് പറയുന്നത് നിന്നെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന ധാർമ്മിക ബോധത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിയുറപ്പാണ്. ആ ഒരു ബോധം ഇല്ലാത്ത ബന്ധങ്ങൾ നിന്നെ കൂടോടെ നശിപ്പിക്കും എന്നാണ് ചാവറ പിതാവ് സൂചിപ്പിക്കുന്നത്. മര്യാദയും നല്ല മര്യാദയും ദൈവപ്പേടിയും ഉള്ളവരെ മാത്രം കൈക്കൊള്ളുക. നല്ല മര്യാദയും ദൈവപ്പേടിയും ഉള്ളവരെ മാത്രം കൂടെ നിർത്തുക എന്ന് പറയുന്ന ചാവറ പിതാവിൻ്റെ ഈ ഒരു ഉപദേശം ഈ സൈബർ സ്പേസിൽ ജീവിക്കുന്ന, ഈ സൈബർ വേൾഡിൽ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ തലമുറയ്ക്ക് ഒരു പുതിയ ഉന്മേഷം, ധാർമ്മികമായ ഒരു ഉന്മേഷം പകർന്നു നൽകേണ്ടതാണ്. എൻ്റെ മക്കളുടെ കൂട്ടുകാരാരാണ്? എത്രമാത്രം അവരുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്? പിരിയാൻ പറ്റാത്ത രീതിയിൽ ചാറ്റ് ഹിസ്റ്ററികളിലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ, സാറ് പറഞ്ഞല്ലോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു പദം, വെറുതെ നമ്മളുടെ മൊബൈലിലെ ഡിലീറ്റ് ബട്ടണിൽ ഞെക്കി ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ മൊബൈലിൽ മാത്രമുള്ളതാണ് ഡിലീറ്റ് ആകുന്നത് എന്നെൻ്റെ മക്കൾ അറിയണം. നമ്മൾ ആരുമായിട്ടൊക്കെ എന്തൊക്കെ പങ്കുവെച്ചിട്ടുണ്ടോ അതൊന്നും ഡിലീറ്റ് ആകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആരോടാണ് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നത്? നമുക്ക് വേരുകൾ നൽകി, നമുക്ക് ഉടൽ നൽകി, നമുക്ക് ഈ തായ്തടി നൽകി, നമുക്ക് ഈ ശിഖരങ്ങൾ നൽകി നമ്മെ നാമാക്കുന്ന നമ്മുടെ തായ്തടി സർവേശ്വരനായ ദൈവം, ആ തമ്പുരാൻ്റെ സ്നേഹത്തിൽ, പരിപാലനയിൽ, കരുതലിൽ ആശ്ലേഷിച്ച് നിൽക്കാൻ, അതിൻ്റെ നേർ രൂപമായ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ടാവണം. നിങ്ങളിവിടെ അവതരിപ്പിച്ച ചിന്തകൾ നിങ്ങളെപ്പോലെ തന്നെ ഈ പ്രായത്തിൽ യൂണിഫോം ഇട്ടും അല്ലാതെയും ജീവിക്കുന്ന ഈ ഒരു തലമുറ അനുഭവിക്കുന്ന മാനസികവും സാമൂഹികവുമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒത്തിരി സൂചകങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ ധ്വനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അതായത് സാറ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളോട് പറയാനും അധ്യാപകരോട് പറയാനുമായിട്ടുള്ള ഒരു നല്ല മനസ്സ് കുഞ്ഞുങ്ങൾക്ക് തുറന്നു കിട്ടണം. എതിർത്ത് നമ്മൾക്ക് ഉപദ്രവമുണ്ടാകുന്നു തോന്നുന്ന ആൾക്കാരോട് നോ പറയാനായിട്ടുള്ള ഒരു ധൈര്യത്തിൻ്റെ ഒരു മനസ്സും കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അപ്പോൾ അധ്യാപകരോട് ഏത് സമയത്ത്, മാതാപിതാക്കൾ എങ്ങനെയാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റുക? കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാന്ന് വെച്ചാൽ അവർ ടെക്നോളജി പഠിക്കുന്നത് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഈവൻ ഗവൺമെൻറ് സ്കൂളിൽ വരെ ഇപ്പോൾ ഇൻ്റർനെറ്റ് അധിഷ്ഠിത വിദ്യാഭ്യാസമായി സ്മാർട്ട് റൂമുകൾ വന്നു, അവർക്ക് കമ്പ്യൂട്ടർ ലാബുകൾ വന്നു, ഒരു പലരും വെബ് ഡിസൈനിങ്ങും പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. ഹാർഡ്വെയറിൽ തന്നെ പുതിയ ഇന്നോവേഷൻ. ഒറ്റ വാക്കി പറഞ്ഞാൽ ടെക്നോളജി റീറൈറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് വി ലിവിങ് ആൻഡ് റീഷേപ്പിംഗ് ദ വേൾഡ്. ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുക, നമ്മൾ മനുഷ്യർ ജീവിതം ആ സ്റ്റാൻഡേർഡ്സ് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ
ഒരു കാരണവശാലും കുട്ടികൾ ടെക്നോളജി ഉപയോഗിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് അവരുടെ ലെവലിൽ അറിയേണ്ട കാര്യങ്ങൾ അവർ അറിയണം. അല്ലെങ്കിൽ അവർ കുറച്ച് പിന്തള്ളി പോകാൻ സാധ്യതയുണ്ട്. അതെപ്പോഴെങ്കിലും ആ നോളജ് അക്യൂർ വീട്ടിൽ ഉപയോഗിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ആ നോളജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റോ ഈ സർട്ടിഫിക്കറ്റ് ആയിരിക്കും വരും അല്ലേ? ഈ സർട്ടിഫിക്കറ്റ് വരും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡി വേണ്ടേ? ആ സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡി വേണം, ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വേണം. അത് മാതാപിതാക്കന്മാരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഇൻ്റർനെറ്റും കൊടുത്ത് പിന്നെ വാട്സാപ്പും കൂടി ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് പെൺകുട്ടികളെ ഒറ്റക്ക് മുറി അടച്ചിട്ടിരുന്ന് സംസാരിക്കാൻ വിടണ്ട. അത് മാതാപിതാക്കൾ അങ്ങനെ ശീലമാക്കണം. എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും മറ്റു പലരിൽ അക്യുമുലേറ്റ് ചെയ്ത് കേട്ട് വെച്ചും ഒക്കെ പറയണമെങ്കിൽ 10 കൊല്ലത്തോളം സൈബർ സെല്ലിൽ മുന്നോട്ട് കൊണ്ടുപോയ ഉദ്യോഗസ്ഥനാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് വരെ തുടങ്ങിയ ആ സമയത്ത്. 10 വർഷമായിട്ട് സൈബർ സെല്ലിൻ്റെ ലാസ്റ്റ് 10 years. അതെ 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 2005 തുടങ്ങി 2015 വരെ മാതാപിതാക്കൾ പറയാനുള്ള ധൈര്യം കാണിക്കണം. മൊബൈൽ പഠിക്കുന്നതിനൊപ്പം തന്നെ അത് നോക്കിക്കോ. പക്ഷേ മുറി അടച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഒരു നല്ല കുട്ടികൾ അവർക്ക് ടെംപ്റ്റേഷൻ വരാം. എല്ലാവർക്കും ഒന്നല്ല, ഒരു 99% ക്യാമറ ചലഞ്ച് ഈ വാട്സാപ്പ് ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ തന്നെ അവർ ടെക്സ്റ്റ് ചെയ്ത് വിടുന്ന ടെക്സ്റ്റിംഗ്, അതിനകത്ത് വരാവുന്ന എററുകൾ മറ്റേ ആൾ അത് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതൊരു ബോണ്ടിങ് ആക്കാം. അപ്പോൾ ആമ്പിള്ളേർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അത് സാരില്ല. അത് പക്ഷേ പെൺകുട്ടികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന അയാൾ അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും അത് മേടിച്ച് കൂടുതൽ സമയം ഓഫ് ടൈമിൽ ഇരിക്കണം. അമ്മയുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അമ്മയെ ഫോൺ തന്നെ വാട്സാപ്പിൽ എന്തെങ്കിലും കാര്യം നോക്ക്. അങ്ങനെ ടൈം ബൗണ്ടായിട്ട് കൺസൈസ് ആൻഡ് പ്രിസൈസ് ആൻഡ് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് എന്തെങ്കിലും അയക്കാണ്ടെങ്കിൽ അയക്കുക. അതർവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ ഡൗട്ടൊക്കെ തീർത്തിട്ട് പോരുക. വീട്ടിലൊരു ലാൻഡ് ഫോൺ ഉണ്ടാകുക എന്നുള്ള ഏറ്റവും നല്ലത്. അതിലൂടെ എല്ലാവർക്കും കേൾക്കാവുന്ന വിധത്തിൽ അത് ഇരിക്കും. അതിലൂടെ എന്തെങ്കിലും പിന്നെ നാളത്തെ ക്ലാസ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട കൂട്ടുകാരത്തിൽ എല്ലാവരും പാരൻസിനെ ഒക്കെ വിളിച്ച് സംസാരിക്കാം, ചോദിക്കാം. മൊബൈൽ ഫോൺ മാത്രമുള്ളെങ്കിൽ തന്നെ അതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുക. ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ബി കമ്പൽഡ്, നിങ്ങൾ നിർബന്ധിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ആ സാഹചര്യം നോക്കുമ്പോൾ ശരിയാണ് എന്നാൽ ഇരിക്കട്ടെ എന്ന് ഒരു ടൈപ്പ് ചെയ്ത് വിടുക, എന്തെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൺകുട്ടികളായാലും ശരി, പെൺകുട്ടികൾ ആരോടും പറയില്ല, ഒരു അബലകളാണ് എന്നുള്ള രൂപത്തിലുള്ള ആറ്റിറ്റ്യൂഡൊന്നും വേണ്ട. എന്നൊരു പെൺകുട്ടിയെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ലോ അതിൻ്റെ വഴിക്ക് നീങ്ങും. ദർ വിൽ ബി പരാതി തന്നെ വരും, അതിനുള്ള ആക്ഷൻ ഉണ്ടാവും. വൺസ് ഇറ്റ് ഈസ് ഇപ്പോൾ കേരളത്തിൽ 55 ജയിലുകളിലായിട്ട് 8,000 സംതിങ് തടവുകാർ ഇന്നുണ്ട്. മനസ്സിലായിട്ട് ഇന്ത്യയിൽ തന്നെ 3,66,000 പേരെ പാർപ്പിക്കാനുള്ള ജയിലിൽ 1401 ജയിലിലായിട്ട് 3,66,000 പേരെ താമസിപ്പിക്കാനുള്ള ജയിലിൽ 4,00,000 സംതിങ് ക്രിമിനൽസ് ഉണ്ട്. സൈബർ ക്രൈം ഏതാണ്ട് 18,000 സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതിൽ അത് നല്ലൊരു ശതമാനം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 18 വയസ്സുള്ള കുട്ടികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവിടെ പോകും ജുവനൈൽ ഹോം അല്ലേ, അറിയാമല്ലോ. അതിന് മുകളിലുള്ള ജയിലുമായിട്ടുള്ള നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ സൈബർ ക്രൈം ചെയ്തിട്ട് ഡിഫാമേറ്ററി കമൻറ്റ് പോസ്റ്റ് ചെയ്യുക, ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടത്തുക. ക്ലാസ്സിലെ പെൺകുട്ടിയുടെ പേരിൽ ആൺകുട്ടി ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, വാട്സാപ്പ് പിന്നെ കണക്ഷൻ മൊബൈൽ കണക്ഷൻ എടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്കൂൾ ലെവലിൽ തീർച്ചയായിട്ടും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. സ്കൂളിൽ നിന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടാത്ത ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട. അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാനും പിന്നെ എന്തെങ്കിലും ഗൂഗിളിൽ നിങ്ങൾ നടത്തി നിങ്ങളുടെ പാഠ്യേതര വിഷയങ്ങളോ അല്ലെങ്കിൽ പിന്നെ പഠിക്കേണ്ട കാര്യങ്ങളോ കൂടുതൽ അഡ്വാൻസ് നോളജിന് വേണ്ടി ഉപയോഗിക്കുക. വീട്ടിൽ വന്ന് സോഷ്യൽ മീഡിയ അതൊരു സ്റ്റാൻഡേർഡ് ടൈം വെക്കുക. 20 minutes ജിയോ പറഞ്ഞോട്ട് വർഗീസ് പറഞ്ഞോട്ട് നമ്മൾ ടെംപ്റ്റ് ചെയ്യപ്പെടുകയാണ്. അരമണിക്കൂർ നോക്കി കഴിയുമ്പോൾ ഇനിയും കുറച്ച് ഫ്രണ്ട്സ് കൂടി പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ, അങ്ങനെ അവനിപ്പോൾ പിന്നെ ഇവിടെ ഡാം കാണാൻ വേണ്ടി പോയതില്ല, അവിടെ ചേർത്ത് ഫോട്ടോ ഇരിക്കട്ടെ വെച്ചിങ്ങനെ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ടൈം പോകണമെന്ന് അറിയില്ല. ഇംഗ്ലീഷിൽ മഹത്തായ ഒരു വേർഡ് ഉണ്ട്, ഡു നോട്ട് സ്ക്വാണ്ടർ ടൈം ആസ് ഇറ്റ് ഈസ് ദ സ്റ്റഫ് ലൈഫ് മെയ്ഡ് ഓഫ്. ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതാ? സമയം. അത് തമ്പുരാൻ നമുക്ക് ഈ ലോകത്തുള്ള ഈ 705 കോടി ജനങ്ങൾക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തത്. കാലദേശ വർണ്ണവർഗ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സമയം എന്ന സാധനം തമ്പുരാൻ നല്ല കറക്റ്റായിട്ട് ഡിവൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു വ്യത്യാസമില്ലാണ് അല്ലേ. ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നതിന് വേണം. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കളഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങൾ സർഫ് ചെയ്ത് മനസ്സിലാക്കി നെഗറ്റീവ് കാര്യങ്ങളെല്ലാം കൂടി കുത്തിക്കയറ്റത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേസ്, മൈൻഡ് ഈസ് നോട്ട് എ പ്ലേസ് ടു ഡംപ് ഓൾ ദി വേസ്റ്റ്
മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് തിങ്സ് ആൻഡ് അൺനെസറി ഒബ്ജക്ട്സ്. അത് മനസ്സിലെല്ലാം കൂടി കുത്തിക്കയറ്റി വെക്കുന്നത്. ടീച്ചേഴ്സ് അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിക്കുക. നിങ്ങൾ ടെക്നോളജിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. യു ആർ ഓൾ എൻജോയിങ് ദ കിങ് സൈസ് ലൈഫ്. രാജകീയ ജീവിതമാണ് കുട്ടികൾ ജീവിക്കുന്നത്. കാരണം ഒരു ലെറ്റർ എഴുതി ഒരാൾ ലെറ്റർ എഴുതി ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്ന കാര്യം ഇന്ന് 1 to 10,000 ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. അത്ര ആസ്ട്രോണമിക്കൽ സ്പീഡിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ തമ്പുരാൻ തന്നതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമോ അല്ലേ ജിയോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് പ്രോഗ്രാമിങ്ങും അതുപോലെ ഹാർഡ്വെയർ എല്ലാ കാര്യങ്ങളും പഠിക്കുക. അത് പാരൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് അവരുടെ പാരൻസ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ മോണിറ്റർ ചെയ്യണം ഫ്രണ്ടിൽ മോണിറ്ററിങ്. മോളുടെ പേരെന്താ? അഷിക പറഞ്ഞ കേസ് ഒരു സംശയത്തോടെ ഒരു കാരണവശാലും പാരൻസ് കുട്ടികളെ വീക്ഷിക്കുന്നത്. അതൊരു കുഴപ്പം ചെയ്തു എന്ന് വരുന്നത് വരെ സംശയത്തോടെ വീക്ഷിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ അങ്ങനെ ക്രൈം പ്രോണല്ല. ക്രൈം മനസ്സിൽ ഇപ്പോൾ ഇവരുടെ പ്രായത്തിലൊന്നും ഇവരിപ്പോൾ ഫ്രണ്ട്സിനെ ഇവർക്ക് പെട്ടെന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. നീ ഒരു സാധു വീട്ടിലാണ് അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് കൂട്ടുന്നില്ല എന്ന് ഇവർ പറയില്ല. അവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവരുടെ പ്രായത്തിൽ. വളരെ ഇന്നസെൻ്റ് മൈൻഡാണ് ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ. ഒരു പിന്നെ കുറച്ചും കൂടി ചെറുപ്പക്കാർ അല്ലേ ജിയോ, കുറച്ചും കൂടി ചെറുപ്പക്കാർ അവർ വേറെ ഒന്നും നോക്കില്ല. അടുത്തുള്ളവരെല്ലാവരും ഫ്രണ്ട്സ്. ഇപ്പോൾ അവർ ഭക്ഷണമൊക്കെ ഒരു പാത്രത്തിൽ നിന്ന് പിള്ളേരെ 5-6 പേര് വാരിത്തന്നെ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ വെച്ചിട്ട്. നമ്മൾ ഇതിൽ കുറച്ചും കൂടി ആ കാര്യത്തിൽ ഫ്രണ്ട്ലിയും ഇടപെട വിളിയും സ്നേഹമൊക്കെ അവർ കാണിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ അതേപോലെ വളരെ പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ മാതാപിതാക്കന്മാരുടെ അപ്രോച്ച് ചെയ്യുക. അവർ വിശ്വാസത്തിലെടുക്കുക. അവർ ജീവിതത്തിന് മുന്നേ പോയ ആൾക്കാരാണ്. ജീവിതത്തിന് ഓരോ ദിവസം മുന്നേ പോയ ആൾക്ക് അനുഭവങ്ങൾ കൂടും. നിൻ്റെ അനുഭവമാണ് നിൻ്റെ ഏറ്റവും വലിയ ഗുരു. അപ്പം മുന്നേ പോയ മാതാപിതാക്കന്മാരുടെ അനുഭവം വീട്ടിൽ അപ്പനപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വഴങ്ങി അവരോടും എന്തൊക്കെയാണ് ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ടീച്ചർമാർക്കും മാതാപിതാക്കന്മാർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 150 വർഷങ്ങൾക്ക് മുൻപാണ് ചാവറ പിതാവ് ഈ വാക്യങ്ങൾ പറഞ്ഞത്. ഏതാണ് വാക്യങ്ങൾ? എല്ലാ വക ആളുകളെയും നിൻ്റെ വീട്ടിൽ കയറ്റേണ്ട. പിന്നെയോ നല്ല മര്യാദയും ദൈവപേടിയുമുള്ളവരെ മാത്രം കൈക്കൊള്ളുക. നീ ആരോടുകൂടി ഇടപെട്ടെന്ന് പറയുക, എന്നാൽ നീ ആരാകുന്നു എന്ന് ഞാൻ പറയാം. ഇന്ന് ഈ കാലത്തോട് ഏറ്റവും ശക്തമായി സംവദിക്കുന്ന ഒരു വാചകമായി ഫ്രാൻസിസ് പെരേര സാറിൻ്റെ സാന്നിധ്യം നമുക്കത് അനുഭവിപ്പിച്ചു തന്നു. നിങ്ങളുടെ വളരെ സജീവമായ ഇടപെടൽ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ഇന്ന് ഒരുപക്ഷെ ശാലോം ടി വിയിൽ ഈ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഈ കാലത്തോട് സംവദിക്കുന്ന വലിയൊരു മാർഗരേഖയായി മാറിയിരിക്കുകയാണ്. ചാവറ പിതാവിൻ്റെ ഈ ഒരു ദർശനങ്ങൾ ലോകത്തോട് സംവദിക്കുവാൻ ഇന്ന് നമ്മുടെ കൂടെ വളരെ ആത്മാർത്ഥമായി ദീർഘയാത്ര ചെയ്ത് ഇവിടെ എത്തിയ ഫ്രാൻസിസ് പെരേര സാറിന് നമുക്ക് വളരെ നല്ലൊരു കൈയടി കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കിന്ന് വളരെ ഗുണകരമായിരുന്നു. നിങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. നിങ്ങൾക്കും വളരെ സ്നേഹത്തോട് നന്ദി പറയുകയാണ്. ചാവറ പിതാവിൻ്റെ ദർശനങ്ങൾ ഇനിയും ആയിരങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. നമ്മളുടെ ഈ കാഴ്ചകളിലൂടെ, സംസാരങ്ങളിലൂടെ ഈ ശാലോം പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി.